ആരാണ് കബീർ? കാശിയിൽ വന്ന ധനജുലാഹ. ഇനി നോക്കൂ, ഇപ്പോൾ നമ്മൾ ഋഗ്വേദ മണ്ഡലം നമ്പർ 9 സൂക്തം 1 മന്ത്രം 9 വായിക്കുകയാണ്. അവിടെ അവൻ പരമേശ്വരൻ ശിശുരൂപം ധരിച്ചു വരുന്നു. അഭി അധന്യ, ഇതിനെ നാം വായിക്കേണ്ടത് കന്യക എന്നാണ്. അഭി അധന്യ കന്യക, ധനേവ എന്നാൽ പശുക്കൾ. പശു തൃപ്തിപ്പെടുത്തുന്നു, അദ്ദേഹത്തെ പരിപാലിക്കുന്നു. പരിപാലനത്തിന്റെ ലീല നടക്കുന്നത് കന്നിപ്പശുക്കളിലൂടെയാണ്. ഇത് ഏത് പരമാത്മാവാണ്? കബീർ പരമാത്മാവ്. കബീർ സാഗറിൽ നിന്ന് നിങ്ങൾക്ക് അത് തെളിയിച്ചു തന്നിരിക്കുന്നു. ഏതു മഹാപുരുഷന്മാർക്കാണോ പരമാത്മാവിനെ ലഭിച്ചത് അവരെ സച്ഖണ്ഡിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ആ പരമാത്മാവിനെ കണ്ടെത്തിയവർ ആരെല്ലാമാണ്? ആദരണീയനായ ധർമ്മദാസ് സാഹിബ്ജി, ആദരണീയനായ മലുക്ദാസ് സാഹിബ്ജി, ആദരണീയനായ നാനക് സാഹിബ്ജി, ആദരണീയനായ ദാദു സാഹിബ്ജി, ഹരിയാനയിലെ ദജ്ജർ ജില്ലയിലെ ചുഡാനി ഗ്രാമത്തിലെ ആദരണീയനായ ഗരീബ്ദാസ് സാഹിബ്ജി, ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലെ കേഖ്ര ഗ്രാമത്തിലെ ആദരണീയനായ ശ്രീ ഖീസാദാസ് സാഹിബ്ജി, കൂടാതെ 104 വയസ്സുള്ള ബ്രാഹ്മണനായിരുന്ന ആദരണീയനായ സ്വാമി രാമാനന്ദ്ജിയും. ആ സമയത്ത് പരമാത്മാവിന് 5 വയസ്സായിരുന്നു. 99, 99 വർഷത്തെ ഏജിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. കബീർ സാഹിബ് 4 വയസ്സുള്ള ലീലാമയമായ ശരീരത്തിലായിരുന്നു. ഒരു കുട്ടിയുടെ രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. 104 വയസ്സുള്ള പണ്ഡിതനായ ആ പുരുഷനെ ജ്ഞാനം കൊണ്ട് പരമാത്മാവ് വിസ്മയിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ ദർശനം ലഭിക്കണം. അപ്പോൾ പരമാത്മാവ് അദ്ദേഹത്തെ സമാധിയിലെത്തിച്ചു. പിന്നീട് അദ്ദേഹത്തെ സച്ഖണ്ഡിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം യഥാർത്ഥ രൂപം കണ്ടു. ആളുകളെ വഞ്ചിക്കാനായി കാലൻ ഇവിടെ സ്വർഗങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ 4 തരം മുക്തികളുണ്ടെന്നും കാലൻ പഠിപ്പിക്കുന്നു. ഈ 4 മുക്തികൾക്കും പരിമിതമായ സമയമാണുള്ളത്. ബ്രഹ്മലോകത്തേക്ക് പോയ ജീവികൾ പോലും ജനന മരണ ചക്രത്തിലേക്ക് തിരികെ വരുന്നു. എന്നാൽ ആ അമരലോകത്തിൽ ശാശ്വതമായ വാസസ്ഥലത്ത് പോയ പ്രാണികൾ പിന്നെയൊരിക്കലും ഈ ലോകത്തേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് ഈ കാലൻ അതിൻ്റെയെല്ലാം ഒരു പതർപ്പുണ്ടാക്കി വെച്ചിരിക്കുന്നു. വ്യാജമായ സത്യലോകം, അലലോകം, അഖം ലോകം, അഖൽ ലോകം, അനാമി ലോകം വരെ ബ്രഹ്മലോകത്തിൽ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ പ്രാണികൾ വഴിതെറ്റി അവന്റെ വലയിൽ കുടുങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ സർവശക്തൻ വരുന്നു. അദ്ദേഹത്തിന്റെ അറിവ് സമർത്ഥമാണ്, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും സമർത്ഥമാണ്, അദ്ദേഹത്തിന്റെ ഓരോ ചലനവും സമർത്ഥമാണ്. അതിനാൽ ആ പരമാത്മാവിന്റെ ജ്ഞാനം അമൂല്യമാണ്, അതിലൊരു പിഴവുമില്ല. അദ്ദേഹത്തിന്റെ ഭക്തിമാർഗവും കംപ്ലീറ്റ് ആണ്. മാത്രമല്ല, ഒരു സാധകൻ ശ്രദ്ധയോടെ അത് ചെയ്താൽ പൂർണ്ണമായ നേട്ടങ്ങൾ ലഭിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. ഈ പരമാത്മാവിന്റെ മഹിമ വേദം പറയുന്നുണ്ട്. അതാണ് പരമാത്മാവ്. അദ്ദേഹം ഒരു കംപ്ലീറ്റ് ഗോഡാണ്. അദ്ദേഹം ഒരു പൂർണ്ണ പരമാത്മാവാണ്. അദ്ദേഹം എന്ത് ലീലകളാണ് ചെയ്യുന്നത് എന്നും വേദങ്ങൾ പറയുന്നു. ഒന്നാമത്തെ ലീല, ആ പരമാത്മാവ് ശിശുരൂപത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ കന്നിപ്പശുക്കളാണ് പരിപാലിക്കുന്നത്. രണ്ടാമതായി, ആ പരമാത്മാവ് മുകളിൽ സത്യലോകത്തിൽ വസിക്കുന്നു. സത്യലോകത്തെയാണ് അവിനാശി ലോകമെന്നും ശാശ്വത സ്ഥാനമെന്നും പറയുന്നത്. അദ്ദേഹം അവിടെയാണ് ജീവിക്കുന്നത്. അവിടെ നിന്ന് സഞ്ചരിച്ചാണ് അദ്ദേഹം വരുന്നത്. ഭഗവാനെ കണ്ടുമുട്ടിയ മഹാത്മാക്കളാണ് ഇതെല്ലാം പറയുന്നത്. ആദരണീയനായ രാമാനന്ദ്ജി പറഞ്ഞിട്ടുള്ളതുപോലെ, എങ്ങനെയാണോ തുളസീദാസ് ജി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച രാമായണം സ്വന്തം ഭാഷയിൽ ഈരടികളായി എഴുതിയതുപോലെ ആദരണീയനായ ഗരീബ്ദാസ് സാഹിബ്ജിക്ക്, അതായത് ഫുഡാനി ഗ്രാമക്കാരന് പരമാത്മാവിന് ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ആ സ്പിരിച്വൽ നോളജ് സ്വന്തം ഭാഷയിൽ സ്വന്തം മുദ്ര പതിപ്പിച്ച് പരമാത്മാവിന്റെ മഹിമയെക്കുറിച്ച് എഴുതി. സ്വാമി രാമാനന്ദ്ജിയും കബീർ പരമേശ്വർജിയും തമ്മിൽ നടന്ന സംഭാഷണം ഒരു ദൃഷ്ടാവിനെ പോലെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഗരീബ്ദാസ് ജിയുടെ പേര് ഇവിടെ തുളസീദാസിനൊപ്പം വരുന്നതിന് കാരണം ഇതാണ്. അദ്ദേഹത്തെ പോലെ ആയിരുന്നില്ല ഗരീബ്ദാസ് ജി. തുളസീദാസ് ജി 3 ലോകങ്ങളിലെ ദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അറിവ് പരിമിതമായിരുന്നു. എന്നാൽ ഗരീബ്ദാസ് സാഹിബ് ജി പരം അക്ഷര ബ്രഹ്മിന്റെ ഉപാസകനായിരുന്നു. അദ്ദേഹത്താൽ അയക്കപ്പെട്ട മഹാപുരുഷനായിരുന്നു. പരമാത്മാവിനെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മഹാപുരുഷന്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞത്. രാമാനന്ദ്ജിയും പരമാത്മാവും തമ്മിലുള്ള സംവാദം നടന്നപ്പോൾ പരമാത്മാവ് രാമാനന്ദ്ജിയെ സച്ഖണ്ഡിലേക്ക് കൊണ്ടുപോവുകയും സത്യലോകവും ശാശ്വത സ്ഥാനവും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ വെച്ച് രാമാനന്ദ്ജിക്ക് യജുർവേദത്തിലെ 40-ാം അധ്യായം 17-ാം മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആ പരമാത്മാവ് ഗുപ്തനാണെന്നും പരോക്ഷനാണെന്നും പരമ അക്ഷര ബ്രഹ്മമാണെന്നും എല്ലാവരെയും പരിപാലിക്കുന്നവനാണെന്നും പറഞ്ഞു. ഗീത അധ്യായം 18-ലെ ശ്ലോകം 62-ലും
ഗീത അധ്യായം 15 ശ്ലോകം 4 പറഞ്ഞിരിക്കുന്ന സ്ഥലം ഇതാണ്. ഞാൻ തന്നെയാണ് ആ പരമാത്മാവ്. ഹം ഈ അലഖലാ ഹൈ കുതുബ് ഗോസ് और पीर गरीबदास खालिक दनी हमरा नाम कबीर. ए स्वामी सृष्टा में और सृष्टि हमारा तीर दास गरीब अधर रहूं ऊपर बसता हूं और अवगत सत कबीर. ഞാനാണ് മുകളിലെ പരമാത്മാവ്. സത്യമായത് കാണിച്ചു കൊടുത്തു.